കാവി പുതച്ച് അയോധ്യ. നഗരത്തിലെ മുഴുവൻ കെട്ടിടങ്ങളും കാവി നിറം നൽകുകയാണ് അയോധ്യ നിവാസികൾ. രാമരാജ്യത്തിന്റെ പ്രതീകമായാണ് കാവി പൂശുന്നത്. അയോധ്യയിലെ മുഴുവൻ കെട്ടിടങ്ങൾക്കും ഒരേ സ്വഭാവവും ഒരേ ആകൃതിയുമാണിപ്പോൾ. എല്ലാ കെട്ടിടങ്ങളുടെയും മുൻഭാഗം പുനർനിർമ്മിക്കാൻ അയോധ്യ മുനിസിപ്പാലിറ്റി തീരുമാനിച്ചിരിക്കുന്നു. എല്ലാ കെട്ടിടങ്ങൾക്കും ഒരൊറ്റ നിറവും, രാമരാജ്യത്തിന്റെയും ധർമ്മത്തിന്റെയും പ്രതീകമായ കാവി നിറം. പ്രാണപ്രതിഷ്ഠയ്ക്ക് മുന്നോടിയായി നഗരം മോദി പിടിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് കെട്ടിടങ്ങളുടെ മുൻഭാഗം പുനർനിർമ്മിക്കുന്നത്. ഇതോടെ അയോധ്യയിലെ എല്ലാ കെട്ടിടങ്ങൾക്കും ഒരു രൂപമാകുന്നു. സനാതനധർമ്മത്തിന്റെ പ്രതീകമായ കാവി നിറമാണ് എങ്ങും. അനധികൃത കയ്യേറ്റങ്ങളെല്ലാം ഒഴിപ്പിച്ചാണ് നഗരം മോടി പിടിപ്പിക്കുന്നത്. ഗല്ലികൾക്കുള്ളിലൂടെ പോയിരുന്ന ഇടുങ്ങിയ ഒറ്റവരിപ്പാതകളെല്ലാം വമ്പൻ കോൺക്രീറ്റ് പാതകളായി മാറിയിരിക്കുന്നു. രാമജന്മഭൂമി പത്ത്, റാംപത്ത് തുടങ്ങിയ പ്രധാന പാതകളെല്ലാം വീതി കൂട്ടി വികസിപ്പിച്ചു. അയോധ്യ നിവാസികളുടെ ഭാഷയിൽ പറഞ്ഞാൽ എല്ലാം സാധ്യമാക്കിയത് മോദിയും യോഗിയുമാണ്. विकास का वजह जो है मोदी जी हैं, योगी जी हैं. इन्होंने पूरा विकास किया और कभी कोई प्रधानमंत्री और मुख्यमंत्री कभी नहीं किए. हम लोग के लिए तो बहुत गर्व की बात है इसके लिए कि मोदी जी के साम्राज्य में जितना भी हिंदू समाज है सबके लिए सर्वाधिक प्रिय काम यही हुआ, सबसे अच्छा. 2025 ഡിസംബറിൽ ക്ഷേത്ര നിർമ്മാണത്തിന്റെ 3ാം ഘട്ടവും പൂർത്തിയാകും. ഇതോടെ ഭാരതത്തിലെ നമ്പർ 1 നഗരങ്ങളിലൊന്നായി അയോധ്യ മാറുമെന്ന് ഉറപ്പ്. 500 വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ ഭാരതത്തിന്റെ മനസ്സ് ആഗ്രഹിച്ചതുപോലെ അയോധ്യയിൽ രാമക്ഷേത്ര നിർമ്മാണം പൂർത്തിയായിരിക്കുന്നു. എല്ലാ അർത്ഥത്തിലും ത്രേതായുഗത്തിലേക്ക് മടങ്ങുകയാണ് ഈ നഗരം. അയോധ്യയിൽ നിന്ന് ഉണ്ണി കെ വാര്യർക്കൊപ്പം ഗൗതം അനന്തനാരായണൻ, ജനം.